അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അജീസ് വേൾഡ്. ഇന്ന് എൻ്റെ മമ്മ പ്രിപ്പയർ ചെയ്യുന്നത് പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന നോക്കാം. ആദ്യം തന്നെ 2-3 പൊട്ടറ്റോസ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൽ കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊട്ടറ്റോസ് മുങ്ങുന്ന വിധത്തിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനായി നമുക്ക് കോട്ടൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സോ യൂസ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊരു ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി കുറച്ചിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളർ വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണയിൽ നിന്നും മാറ്റിയ ശേഷം ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് ഈ എണ്ണയെല്ലാം കളയാം. കുറച്ച് ചൂടെല്ലാം തണിഞ്ഞ ശേഷം ഇതിലേക്ക് 2-3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു കോട്ടിംഗ് കൊടുക്കുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് ടൈം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇനിയൊരു സിബ്ലോ കവറിലോ പ്ലാസ്റ്റിക് ബോക്സിലോ ഇട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. ഇത് ഞാനൊരു 8 ഹവേഴ്സ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ കുറച്ചായി ഇതിട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങുകളെല്ലാം പകുതി കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് കളർ മാറി ഒരു ക്രിസ്പി ആകുന്നത് വരെ മാത്രമേ നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഫ്രൈസ് എത്രത്തോളം ക്രിസ്പി ആണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.